സാക്ഷ്യം സാക്ഷി. മോളെ എന്തെങ്കിലും ഉപദ്രവിക്കുമായിരുന്നു? മോളെ ഇതേപോലെ പിന്നെ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അച്ഛൻ ഇതേപോലെ വാടക വീട് എടുത്തത്. ഞങ്ങൾ അച്ഛൻ അതിന് പൈസ എല്ലാം കൊടുത്തത്. അവിടെ വാടക വീട് എടുക്കൽ തന്നെ കുഞ്ഞിനെ അവിടെ ഇത് കെട്ടിയിട്ട്. അപ്പം അമ്മ ഇങ്ങോട്ട് വന്നു. അമ്മ ചോദിച്ചു എന്തിനാണ് കുഞ്ഞ് കുസൃതി കാണിക്കുന്നതിന് കെട്ടിയിട്ടേക്കുവാണെന്ന് പറഞ്ഞു അമ്മ എടുത്ത്. അത് 1.5 വയസ്സായി. അമ്മേ ഇത് ചുമ്മാ ഇത് കള്ളവാ പറഞ്ഞേ, ഇത് കള്ളവാ. ആ കുഞ്ഞ് എന്റെ അടുത്ത് ഞാൻ വെള്ളത്തിൽ കിടന്നപ്പോ എനിക്ക് റേഞ്ച് കിട്ടുന്ന ദൂരത്താണ് ഞാൻ കിടന്നത്. കുഞ്ഞിനെ വിളിച്ച് കുഞ്ഞിനോട് ചോദിച്ചു നോക്കണം. അതിന് ഈ കാര്യം പറയുന്നത് ഇഷ്ടമല്ല. മാഡം ഇത് കേൾക്കും. ഞാൻ കടലിൽ കിടക്കുകയായിരുന്നു. സാക്ഷി പുറത്തിരിപ്പുണ്ട്, എന്റെ സാക്ഷി പുറത്തിരിപ്പുണ്ട്. ഞാൻ ചേട്ടൻ കടയിൽ കിടന്നപ്പോൾ ആ കുഞ്ഞ് എനിക്ക് 1 മണിക്കൂർ എൻ്റെ കൂടെ കോള് ചെയ്തതാണ്. ഇയാൾ വ്യക്തമായിട്ടുണ്ട്. ഇയാൾ കിടക്കുക, ഇയാൾ കിടന്നിട്ട് കുഞ്ഞിന് മൊബൈൽ കൊടുത്തായിരുന്നു. ആ കുഞ്ഞ് എന്നെ പുറത്തിറങ്ങിയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച സംസാരമാണ്. അച്ഛാ ഞാൻ അച്ഛ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുഞ്ഞിന് അച്ഛ എന്ന് മനസ്സിലായി. അച്ഛാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? പിന്നെ അച്ഛനോ വേറെ വല്ല ആൾക്കാരോ ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളിക്കാൻ വരത്തില്ലയോ? അന്നേരം ആര് വന്നാലും പിന്നെ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞ് പിന്നെ വല്ലവരും വന്നാ പിന്നെ നിൻ്റെ അച്ഛൻ മോളെ കെട്ടിയിട്ട് തല്ലി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുക. എൻ്റെ കുഞ്ഞും എൻ്റെ ഭാര്യ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം, മറ്റുള്ളവരൊന്നും അധികം അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല എന്ന് തോന്നുന്നത് പക്വതയില്ലാത്തൊരു മനസ്സായതുകൊണ്ടാണ്. ആ വെപ്രാളമാണ് ഈ കാണിക്കുന്നതൊക്കെ. അയാളത് സമ്മതിച്ചു. എൻ്റെ ഒരു പക്വതയില്ലായ്മ കൊണ്ട് ഞാൻ ജീവിതം അറിയാൻ വയ്യായിരുന്നു എനിക്ക്. അപ്പോൾ എന്ന് ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും പിരിഞ്ഞു, അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് നഷ്ടപ്പെട്ട അത്ര വലിയൊരു കാര്യമാണെന്നുള്ളത്. അതല്ലാതെ ഒരു കുറ്റവും പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞു. അവൾക്ക് വേണം, അവളുടെ വീട്ടുകാർ വേണം. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അകന്നു കഴിയുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ കൊല്ലത്ത്. ഏറ്റവും കൂടുതൽ അയാളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ, അയാളുടെ സ്നേഹവും ശ്രദ്ധയൊക്കെ മുഴുവൻ ശാരിയെ മാത്രം നോക്കിക്കൊണ്ടാണ്. ഇപ്പൊ കുഞ്ഞായി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെയും കൂടെ അത് ചേർത്തു. അല്ലെങ്കിൽ ഈ 2.5 വർഷം അകന്നു കഴിഞ്ഞപ്പോൾ അയാളെ പോലെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യന് എന്തെല്ലാം ബന്ധങ്ങൾ ഉണ്ടാക്കാം. അതിനിടയ്ക്ക് ബന്ധം ഉണ്ടായിരുന്നു. അല്ല അതൊക്കെ വെറുതെ അല്ല, സത്യമാ. അതിനിടയ്ക്ക് ഞാൻ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് ഒരു പെണ്ണുമായിട്ട് ഫോണിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. ചോദിച്ചു നോക്കൂ. ഇതിപ്പോ സംസാരിക്കുന്ന ഒരു വ്യക്തി സംസാരിക്കുന്നത് എന്താ മേഡം? ഇത് ഫോണിൽ കൂടെ ഇപ്പൊ എത്ര പേര് സംസാരിക്കുന്നു? നിന്നെ ഇയാളുടെ ഫ്രണ്ടിലിരുത്തിയിട്ട് ഞാൻ ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കുന്നു? ഫോണിൽ കൂടെ ഒരാൾ വിളിക്കുന്നു, ആ കുറച്ചു നേരം സംസാരിക്കും. എന്താ കാര്യം? എന്താണെന്ന് നമ്മൾ തിരക്കണം. മേഡമായിരുന്നാലും അത് ചെയ്യത്തില്ലയോ? അല്ലാതെ അവളുടെ അടുത്ത് ഇല്ല മേഡം. അവരുടെ സുഖദുഃഖങ്ങളും അവരുടെ കുടുംബകാര്യം തിരക്കണല്ലേ എന്റെ ജോലി. കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു ഭാര്യ എന്റെ വീട്ടിലുണ്ട്. ഞാൻ ഇയാളുടെ ഫ്രണ്ടിൽ എനിക്ക് എന്തും പറയാമല്ലോ. കാര്യം ഞാൻ ഇങ്ങനെ ഒരു ദിവസം എന്റെ അടുത്ത് ദേഷിക്കത്തില്ല. എപ്പോഴും പെണ്ണുങ്ങളെ ഫോണിൽ വെച്ച് അത്യാവശ്യം തിരക്കിക്കൊണ്ട്. അയ്യോ മേഡം ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഒരു ഭാര്യയ്ക്ക് അങ്ങനെ തോന്നുന്നത്. ഭാര്യയുടെ മുമ്പ് വെച്ച് എന്തോ ആവാന്ന് വിചാരിച്ച് സ്ഥിരമായിട്ട് പെണ്ണുങ്ങളെ തിരക്കിക്കൊണ്ട് എന്തത്ര തിരക്കുന്നേ? അവളെ മനസ്സിൽ എന്തെങ്കിലും സങ്കല്പിച്ചെടുക്കും ഉള്ളില്. കാര്യം എനിക്ക് തോന്നെ ഈഗോ ഉള്ളേ. അയാൾക്ക് ഇച്ചിരിയെങ്കിലും കാണാതിരിക്കോ? കാര്യം എന്റെ ഭാര്യയല്ലോ, ഇച്ചിരിയെങ്കിലും അയാൾക്കും കാണും. ആ ഈഗോയുടെ ഇതില് അയാളോ അങ്ങനെയല്ല. അച്ഛൻ സംസാരിച്ചിട്ടുണ്ട് ആ കൊച്ചുമായിട്ട്. ഞാൻ നമ്പർ കൊടുത്ത് ഞങ്ങൾ അച്ഛൻ സംസാരിച്ചു. ഇപ്പം എറണാകുളത്തുള്ള ഒരു കൊച്ചാ, അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കൊച്ചാ. അവരോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു എന്തോ ജോലി ചോദിച്ചാൽ ബിസിനസ്സായ ജോലി എന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ജോലിക്ക് പോകണ്ടല്ല, നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് വീട്ടിലിരുന്നോളാന്ന് പറഞ്ഞു. അപ്പം അത് നല്ലൊരു വിവരമുള്ളൊരു കൊച്ചായതുകൊണ്ട് അതിനൊരു സംശയം തോന്നി അങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പം ഞങ്ങൾ അച്ഛനോട് ഫോൺ വിളിച്ച് സംസാരിച്ച്. അപ്പോൾ പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇതേപോലെ ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന ഒരു മുസ്ലിം കൊച്ചാണ്, അപ്പം ഇന്ന പോലെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇത്രയും നേരം ആരോടെ സംസാരിച്ചെന്ന് മോക്ക് അറിയാൻ ചോദിച്ചു. പറഞ്ഞു ഇല്ല, അതിൻ്റെ പെങ്ങളോടാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു അല്ലത് എൻ്റെ മോളാ, അവൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി എനിക്ക് അച്ഛനാ സംസാരിച്ച കൊച്ചിനെ പറ്റി. അപ്പം അച്ഛനെ അറിയത്തുള്ളൂ അതിനെപ്പറ്റി. കണ്ടെത്തുക എന്താണെന്നറിയോ? ശാരിയുടെ വീട്ടിലോട്ട് പോയി. അവിടെ പോകുന്നു, ശാരിയെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്, കുഞ്ഞിനെ നോക്കുന്നു, പ്രൊട്ടക്ഷനാണ് ഒക്കെയാണ്. അപ്പം ഞാൻ അതിനേക്കാൾ കൂടിയ ആൾക്കാരുമായിട്ട് ഞാൻ ബന്ധം പുലർത്തും. ചെറിയ അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാതെ മുത്തപ്പൻ അറിയാം. ഇപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെറുപ്പക്കാരൻ, കുഞ്ഞുണ്ട്, പെൺകുഞ്ഞല്ലേ, ഒരു പെൺകുഞ്ഞുണ്ട്, അത് കുട്ടിയുടെ കൂടെയാണ്. അയാൾ ഫ്രീയാ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഇമ്പാക്റ്റ് വരില്ല അതിൽ. എന്നിട്ട് പോലും അയാൾക്ക് ഫ്രീ ആകാം, അയാൾക്ക് വേറെ കാര്യങ്ങൾ നോക്കാം, അയാൾക്ക് സംരക്ഷണം തരാതിരിക്കാം, അപ്പോൾ അയാൾക്ക് ബാധ്യതകൾ കുറഞ്ഞു കിട്ടി. അതൊക്കെ ഉണ്ടായിട്ട് പോലും അയാൾ കുട്ടിയെ സ്നേഹിക്കും. മാഡം പറഞ്ഞ പോലെ അയാളുടെ മനസ്സിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയപ്പാടുണ്ട്, ടെൻഷൻ.
അതുകൊണ്ടാണ് അയാൾ അത്രയും സ്നേഹിക്കും. ഇപ്പം എന്തെല്ലാം കണ്ടീഷൻ പറഞ്ഞു, അവിടെ കൊണ്ടുപോകാം, ജോലി ചെയ്യിക്കാം, അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം. അപ്പം പക്ഷേ നമുക്ക് കുട്ടിക്ക് ഒരു മനസ്സിൽ ആശങ്കയുണ്ട്. കാരണം അന്ന് ചെയ്ത പോലെ ഇനിയും ഉപദ്രവിക്കുമോ, ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ വരും. അതൊക്കെ ഇനി ആണയിട്ട് പറയണം അദ്ദേഹം. അതൊക്കെ എൻ്റെ വിവരക്കേട് കൊണ്ടും അറിവ് കേടുകൊണ്ടും കുട്ടിയെ തന്നെ സ്വന്തമാക്കണമെന്നുള്ള എൻ്റെ ഭാര്യ വേറൊരാളോട് വർത്തമാനം പറയാൻ പാടില്ല, അത് ആഗ്രഹിച്ചു പോയി. അപ്പോൾ ആ എൻ്റെയാണ് സ്വന്തം എന്നുള്ള പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, എൻ്റെ ഭാര്യ. ആ പൊസസീവ്നെസ് അയാളുടെ മനസ്സിലുണ്ട്. സ്ഥിരമായിട്ടൊരു കൃത്യമായിട്ട് ദിവസം ഇത്ര വരുമാനം കിട്ടുന്ന ജോലിയല്ല അയാളുടെ നയിക്കുന്ന നല്ല ബോധ്യമുണ്ട്. അപ്പൊ ഒരു സ്ഥിര വരുമാനം ഭാര്യക്കെങ്കിലും ഉള്ളതെന്ന് പറയുന്നത് ഒരു അഭിമാനമാണ്. അതിലൊട്ടും മോശം വിചാരിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി. സംസാരത്തിൽ നിന്ന് ഇപ്പൊ കടലിൽ നിന്ന് കിട്ടിയ ഒരു നിധി പോലെയാണ് ശാരിക. അതെ, സ്വന്തമാണ്, വേറെ ആർക്കും ഉള്ളതല്ല, എൻ്റെ മാത്രം എന്നുള്ളതാണ്. പക്ഷെ ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഇന്നോടെ ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. അതിൽ സ്നേഹമാണ് വേണ്ടത്. നിങ്ങളെ വിശ്വസിച്ച് അത് ഇറങ്ങി വന്നതാ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയായിരുന്നു അല്ലേ, വീട്ടിൽ കൊണ്ടുവന്നില്ലേ. നിങ്ങളെ വിശ്വസിച്ചു അത് മതം മാറി, കല്യാണത്തിന് മുമ്പ് കുട്ടി ജനിച്ചു. അതൊക്കെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ അതിന് വേണം. അതിന് പകരം ഉപദ്രവിക്കുകയല്ല വേണ്ടത്. പൊസസീവ്നെസ് ആകാം, അത് അധികം ആയിപ്പോയാൽ നമ്മുടെ സമ്മതം തെറ്റും. ഓക്കെ, അതിന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരോടും സഹകരണം കൂടെ വേണം. എങ്കിലേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മനസ്സിലെ സ്നേഹമുള്ളത് അവർക്ക് കാണില്ല. എന്താ കാണുന്നത്? വെറും അടിയാ. അതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്, ഇവർ വേറെ ആളോട് സംസാരിക്കാതെ ദേഷ്യം വന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അടി. അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ? നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് അറിയാം, അവർക്ക് അറിയുന്നില്ല. അവർ കാണുന്നത് അടിയാ. ഇതിനേക്കാളും കൂടുതൽ സ്നേഹം കണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഈ സ്നേഹത്തെ എനിക്കിത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എന്ത് സ്നേഹം എനിക്ക് എന്ത് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യം, വിശ്വാസം ഇല്ല എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരെ ധിക്കരിച്ച് ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അന്നെല്ലാം പോയിട്ട് എനിക്ക് ശരിക്ക് ഇടി എല്ലാം കൊണ്ടിട്ടുണ്ട്. വേണം ഇപ്പോഴും എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവരോട് തന്നെ ചോദിക്കണം. എനിക്ക് അത്രയ്ക്ക് ഞാൻ ചിലപ്പോൾ ഇരിക്കുന്ന നേരത്തെ അവരെന്നോട് ഒന്നും പറയുന്നത് വെച്ചാൽ അവർക്കറിയാം എനിക്ക് വയ്യാതിരിക്കുവാണെന്ന്. എനിക്ക് ഈ ഭാഗം ഒന്നും എനിക്ക് പൊക്കാൻ വയ്യ. അതേപോലെ അടി കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറയുന്നത്. എനിക്ക് എന്ത് തരാന്ന് പറഞ്ഞാലും എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞത് ശരിയാ, പക്ഷെ അതൊക്കെ അയാളുടെ ജീവിതത്തിലെ അനുഭവം വന്നിപ്പോ ഈ 4 വർഷവും ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ എനിക്കായിട്ട് എൻ്റെ കുഞ്ഞിനായിട്ട് ഇന്നേ വരെ തിരക്കിയിട്ടോ എനിക്ക് എൻ്റെ ചിലവിന് തന്നിട്ടില്ല. ഞാൻ ഇത്രയും നാൾ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളുണ്ടാക്കി. ഞാനൊരു വണ്ടി എടുത്തു, ഇപ്പോൾ ഒരു മാല ഉണ്ടാക്കി, കമ്മല്, ചെയിന്, വള, മോതിരം, ഇതെല്ലാം ഞാൻ സ്വന്തം കാശിനാണ് ഉണ്ടാക്കി. ഇപ്പം വീട്ടിൽ ഞാൻ ചിലവിനോട് എൻ്റെ വ്യക്തിപരമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പൈസ എന്ന് വെച്ചാൽ വീട്ടിൽ കൊടുക്കാൻ ചിലവിനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയച്ഛനും പറയാം, എനിക്ക് ഞങ്ങൾക്ക് ചിലവിന് തരണ്ട, നിന്റെ മോക്കും വേണ്ട പൈസ. അച്ഛൻ കൊണ്ടുവരുന്ന പൈസക്കകത്തു നിന്നാണ് വീട്ടിലെ ചിലവ്. അല്ലാതെ എൻ്റെ ചിലവിന് 1 രൂപ പോലും എൻ്റെ വീട്ടിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ജോലി ചെയ്യുന്ന പൈസക്ക് ഇപ്പം വണ്ടിക്ക് CC അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യത്തിന് ഇപ്പം ഓരോ ചിട്ടിക്കും അതിനെല്ലാം ഞാൻ ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിന് ചേർന്ന് ഞാൻ ഓരോ സ്വർണ്ണങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ വീട്ടിൽ കൊടുക്കാനുള്ള പൈസ ഇല്ല. എന്നുവെച്ചാൽ 5000 രൂപ കിട്ടുന്നതിനകത്തുനിന്ന് വീട്ടിൽ എങ്ങനെ ചിലവിന് കൊടുക്കും, പിന്നെ വണ്ടിക്ക് CC അടയ്ക്കണം, ബാക്കി പൈസ ചിട്ടിക്ക് അതിനും കൊണ്ട് ചിട്ടി അടിക്കുമ്പോൾ ഞാൻ ഇതോടെ സ്വർണ്ണം മേടിച്ച് ദേഹത്തിടുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഫീസ് അടയ്ക്കാൻ 2000 രൂപ, പിന്നെ കൊച്ചിൻ്റെ കാര്യം, കുഞ്ഞിന് ഡ്രസ്സ് വേണം. എനിക്ക് എൻ്റെ കാര്യത്തിന് ഞാൻ ഇന്നവരെ വീട്ടിൽ പൈസ വെച്ചിട്ടില്ല. എൻ്റെ മോടെ കാര്യത്തിന് എൻ്റെ വീട്ടുകാർ തന്നെ ചിലവാകും. എൻ്റെ അച്ഛൻ ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇത്രയും വർഷവും ഇതുവരെ ആയിട്ടും പിന്നെ എന്നെ അന്വേഷിക്കുവാട്ടെ, ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഫോൺ വിളിക്കുക എപ്പോഴും. എന്നാൽ കുഞ്ഞിന്റെ കാര്യം തിരക്കുക, അങ്ങനെ തിരക്കത്തൊന്നുമില്ല. കൊച്ചിന്റെ കാര്യം പറഞ്ഞു ഇവിടെ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമമാണ് മാഡം. ഞാൻ തിരക്കാത്തതിന്റെ കാര്യം ഞാനത് അവർക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. സേവ് ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നത്. അന്വേഷിക്കുന്നില്ല. സേവ് ചെയ്തതിന് എനിക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളെ നല്ലപോലെ വളർത്തി. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ജീവിതം എൻ്റെ കുഞ്ഞിന് ഒരിക്കലും വരരുത്. എൻ്റെ കുട്ടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ നിന്ന് സേവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്തസ്സില്ലാത്ത കാര്യമാണ്. എത്ര ദൂരെയായിരുന്നാലും എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് കുടുംബം വേണം എന്ന് ചിന്തിക്കുന്നവനാണെങ്കിൽ മാസാമാസം അക്കൗണ്ട് എഴുതാ, നിനക്കും മോക്കും വേണ്ടിയുള്ളത് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഞാൻ എത്ര പ്രാവശ്യം അക്കൗണ്ട് നമ്പർ കേട്ടെന്ന് കേട്ടെ, എത്ര പ്രാവശ്യം ചോദിച്ചൊന്നും മേഡം ഒന്ന് ചോദിച്ചു നോക്കിയേ. അവളെ എടുത്തിട്ടില്ല. ശാരി വേണ്ടെന്ന് പറയാനൊക്കും. ശാരി ഇപ്പൊ ഇയാളുടെ ഭാര്യ അവളെ എടുത്തിട്ടില്ല. അക്കൗണ്ട് കുഞ്ഞിനെ സ്കൂളിൽ എങ്ങനെ അച്ഛന്റെ പേര് ഇട്ടിട്ടുണ്ടോ? പേര് കൊടുത്തിട്ടുണ്ടല്ലോ. കൊടുക്കണോ അത്? അല്ലെങ്കിൽ മോശമല്ലേ അത്?
അത് മാച്ചു കളയാൻ പറ്റുന്നൊരു സംഗതിയല്ലല്ലോ. ഇതല്ല എന്നാൽ അത് വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുട്ടിക്ക് അച്ഛനിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും സംരക്ഷണവും സമ്പത്തും വേണം. പിന്നെ ആർക്ക് വേണ്ടിയിട്ട് അയാൾ ഉണ്ടാക്കുന്ന കാശൊക്കെ? എനിക്ക് വേണ്ട മാഡം. അല്ല, കുട്ടിക്കുള്ളത് എടുത്തോട്ടെ. അയാളെ കൊണ്ടായത് അയച്ചാലും വിരോധം ഉണ്ടോ? എന്നിട്ട് കുറച്ച് മാഡം പറഞ്ഞ പോലെ കുറച്ച് ദിവസം കൊണ്ട് ഇതൊക്കെ ശരിയാക്കിയിട്ട് ഒരുമിക്കാം. വന്നും ഓളെ കണ്ടോട്ടെ. അല്ല, പേടിയാണത്. പേടി മാറുന്നത് വരെ കൂടെ പോയി താമസിക്കണമെന്നോ കൊല്ലത്ത് ഷിഫ്റ്റ് ചെയ്യണമെന്നോ ഞാൻ പറയുന്നില്ല ശരി. എത്ര നാളെടുത്താലും വേണ്ട, മുന്നോട്ട് എനിക്ക് തയ്യാറല്ല. ഇനി എന്ത് താമസിക്കണ്ട, കുഞ്ഞിനെ നന്നായിട്ട് കാണണ്ടേ? എത്ര നാളായിരുന്നാലും നന്നാവത്തില്ല, എനിക്കറിയാം. എനിക്ക് വേണ്ട. ഒരു കാലത്ത് നിങ്ങൾ നന്നാവത്തില്ല എന്നാണ് അവർ പറയുന്നത്. മാഡം, ഇതിന് ഉദ്ദേശം വേറെ ഒന്നുണ്ട്. അത് ഞാനായിട്ട് വാ തുറന്ന് സത്യം പറയണമെങ്കിൽ അയാളായിട്ട് പറയട്ടെ, അയാളായിട്ട് എന്തെങ്കിലും പറയട്ടെ. അയാളുടെ മനസ്സിൽ വേറെ ചിന്ത ഉണ്ട് എന്ന് അയാൾ തറപ്പിച്ച് പറയട്ടെ. വേറെ എന്തോ ചിന്ത ഉണ്ട് അയാള്. മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇതിന്റെ അടിസ്ഥാനപരം ഇയാള് പറയുന്നതിന്റെ അടിസ്ഥാനപരം എനിക്കൊന്നുമില്ല. എന്താണ് അടിസ്ഥാനം? ഇതിന്റെ അടിസ്ഥാനപരം ഇയാള് എൻ്റെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ പറയണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സുകൊണ്ടാണ് നിന്നെ ഞാൻ സ്നേഹിച്ചോണ്ടിരിക്കുന്നത്. നിന്നെ ജീവന് തുല്യം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നീ വേറെ എന്തോ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, ആരുടെയോ ഒരു ഇത് ചിന്തിച്ചിട്ടുണ്ട്. വേറെ ജീവിത സഖീന അങ്ങനെ ചിന്തിക്കാൻ അവൾക്ക് മനസ്സ് കാണും. അതായിരിക്കും അവൾ ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് പറയുന്നത്. ഇല്ലെന്ന് അയാളുടെ മുഖം പറയത്തില്ല, അയാളുടെ മുഖഭാവം പറയത്തില്ല. അല്ല, അങ്ങനെ ചെയ്യാൻ എടുത്തിയാടി അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. ഒരു പ്രാവശ്യം എടുത്തിയാടി ചെയ്തതിന്റെ ഫലമല്ലേ അത് എല്ലാവരും അങ്ങനെ പറയുന്നത്. എനിക്ക് ഞാനൊരു വീട്ടിൽ പോകാൻ പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് വേണ്ടത്. എനിക്ക് ഞാൻ എന്റെ മോളും കൂടെ നോക്കിക്കോളാം. എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കി. ഇത്രയും വർഷം ഞാൻ തിരക്കിയില്ലല്ലോ. അല്ല, ഇത് അല്ല തിരക്കില്ലെന്നല്ല. അയാള് പറയുന്നു അക്കൗണ്ട് നമ്പർ ചോദിച്ചു, അയക്കട്ടെ എന്ന് ചോദിച്ചോ. വേണ്ട, എന്റെ കുഞ്ഞിനെ ഞാൻ ചെലവാക്കിക്കൊള്ളാന്ന് ശാരി പറഞ്ഞതായിട്ടാ പറയുന്നത്. ഇതൊന്നും അല്ലാത്ത വേറെ എന്തെങ്കിലും മറഞ്ഞിരിക്കുന്ന കാരണമുണ്ടോ? ഇവിടെ പറയാൻ പറ്റാത്ത ഒന്നുമില്ല. ഈ ഉപദ്രവമാണ് പ്രധാനമായിട്ടും. മുത്തപ്പ മാറിന്ന് സ്വയം വിശ്വാസം വന്നാൽ മാത്രം ഡിസിഷൻ എടുത്താൽ മതി. ഇത്രയും നാള് മാറാത്ത ഒരാള് ഇനി മാറണമെന്നില്ല. അത് പറയാൻ പറ്റില്ല. 2.5 വർഷം നിങ്ങൾ താമസിച്ചില്ല, പിന്നെ മാറിയ കാര്യം അങ്ങനെ പറയാൻ മാറത്തില്ല മേഡം. അതെനിക്കറിയാം, മാറത്തില്ല. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിട്ട് എത്രയോ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടുകാരോടും പറയാം, എത്രയോ നാൾ ഞാൻ പോയിട്ടുണ്ട്. അന്നും വീട്ടിൻ്റെ മോളെ പോവണ്ട, അവൻ നല്ലതായിട്ട് എന്തെങ്കിലും നമുക്ക് അത് ഞാൻ തിക്കരിച്ച് എത്ര പ്രാവശ്യം പോയി താമസിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും നല്ല രീതിയിൽ ജീവിക്കാത്ത ആളെ എപ്പോഴും നന്നാവാനാണ്. ഇപ്പോഴും ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം. പോയി അന്ന് പോയി കണ്ടു. അന്ന് പോയിട്ട് കണ്ടിട്ട് എന്താ നിനക്ക് കുഞ്ഞിനെന്താ 1 രൂപയുടെ എന്തെങ്കിലും ബിസ്ക്കറ്റ് മേടിച്ചിട്ട് 1 രൂപ കാശ് തന്നില്ല, നിന്റെ കൊടുക്കാനാണെന്ന് തന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ഒരാളെ ഇത്ര വർഷം കൊണ്ട് കാണുമ്പോൾ, ഇത്ര വർഷം കാണാതിരുന്ന് നമ്മൾ കാണുമ്പോൾ അയാളുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്കറിയാം ഒരിക്കലും അയാൾ മാറിയിട്ടില്ലെന്ന്. മാറിയ ഒരാളുടെ കൂടെ നമ്മൾ നിൽക്കും. മാറാത്തത് കൊണ്ടാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. അന്ന് ഞാൻ പോയി കണ്ടിട്ട് എന്തുകൊണ്ട് ഞാൻ തിരിച്ചു പോയി? നല്ല ഒരാളായിരുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ നിന്നേനെ. അന്ന് എനിക്ക് ബോധ്യപ്പെട്ടില്ല, ഒരിക്കലും നന്നാവത്തില്ല. ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. 5 മിനിറ്റ് നിന്നുള്ളെന്ന് പറയുന്നത് 5 മിനിറ്റ് അല്ല, ഒരുപാട് നേരം സംസാരിച്ച്. എനിക്ക് പോട്ടെ, നീ കുഞ്ഞിനെ 100 രൂപയെങ്കിലും തന്നാൽ മതി, നിന്റെ കുഞ്ഞിനൊരു ബിസ്ക്കറ്റും. അത്രയും വർഷം കാണാതിരുന്ന് കണ്ടത് അന്ന് ഞാൻ എൻ്റെ വീട്ടുകാർ അറിയാതെ പോലും അന്ന് വന്ന് ഞാൻ കണ്ടത്. അവരുടെ നാട്ടുകാരിൽ മിക്കവരും കണ്ടിട്ടുണ്ടല്ലോ. അവരുടെ നാട്ടുകാർ തന്നെയാണ് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടത്. അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഉപദ്രവിച്ചത് കൊണ്ടാണ് അവര് പറഞ്ഞു വിട്ടത്. കുഞ്ഞിന് വേണ്ടി തരാത്തെന്ന് ചോദിച്ചു വ്യക്തിയുടെ വീട്ടിൽ ഞാൻ ചോദിച്ചില്ല. പക്ഷെ തരാൻ എന്താണെന്നാ ഞാൻ അവള് വരുന്ന 20-ാം തീയതി എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ അപ്പോൾ വീട്ടിൽ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് ഷാരി 20-ാം തീയതി വരെയാ. അങ്ങനെ അവർ പറയാം, ബിരിയാണിയൊക്കെ വെക്കണമല്ലേ, ഭാര്യ വരണം എന്ന് പറഞ്ഞപ്പോൾ ആഘോഷം നോക്കി ഇവൻ്റെ. ഞാൻ അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് 20-ാം തീയതി വരുന്നത്. ഞാൻ കടലിൽ പോകാൻ വേണ്ടി ഡ്രസ്സ് മാറിയുന്നപ്പോൾ 1 മണിക്ക് വിളിച്ചിട്ട് പറയുക, പിന്നെ ഹലോ ഞാനേ പിന്നെ ഇന്ന് വരുന്നുണ്ടേ, വണ്ടി പിന്നെ സ്റ്റോർ റൂമിൽ കൊടുത്തിട്ട് ഞാൻ അതിലെ അങ്ങ് വരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇയാൾ 20-ാം തീയതി അല്ലേ വരുന്നെന്ന് പറഞ്ഞേ. കേളു മേഡം ബാങ്കിൽ കിടക്കുക പൈസ. അന്നത്തെ ദിവസം 1 രൂപ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ
പിന്നെ കയ്യിലുണ്ട് വീട്ടിൽ വല്ല ഉണ്ടെങ്കിലല്ലേ എടുത്ത് കയ്യിൽ കൊടുക്കാം, വണ്ടി കൂലിക്കെന്ന് പറഞ്ഞ് ആ ചേച്ചിയുടെ കയ്യിലോ വീട്ടിൽ വല്ല ഉണ്ടെങ്കിലല്ലേ എടുത്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവള് 20-ാം തീയതി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ചേച്ചി വലിയ ഒരു 10,000 അടുത്ത് മാറ്റണേ, അതിന് സാക്ഷിയുണ്ട്, 10,000 അടുത്ത് മാറ്റണേ, കാര്യം ശാരി വരുമ്പോൾ വെച്ച് കൊടുത്തു വിടണം. അതിന് പറഞ്ഞാൽ 20-ാം തീയതി അല്ലേ 10-ാം തീയതി പോയി എടുത്ത് വെക്കാം എന്നാ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ ഞങ്ങൾ പണിക്ക് പോകാനുള്ള ടൈമായിരുന്നു, വീട്ടിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. അന്ന് ആ വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അയാൾ പറയുന്നത് എനിക്ക് ശരീരവേദനയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ അന്തസ്സായിട്ട് തന്നെ ഇന്ന് നല്ലോണം തന്നെ ജോലി ചെയ്യുന്നു, കൈക്കും കാലിനും ഒരു ഗുരുവില്ലാതെ അയാൾ നല്ലോണം ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സ് എനിക്ക് വിശ്വാസമാണ്. പക്ഷേ അയാളുടെ മനസ്സിൽ എന്തോ ഞാൻ കൂടെ റോട്ടിൽ പോയി നടക്കുമ്പോൾ തന്നെ അയാളുടെ അടുത്ത് വെച്ച് ഞാൻ ചോദിക്കും, ഇപ്പൊ എന്നെ കൂടെ കൊണ്ട് നടക്കാൻ വേണ്ടി അന്നും ഇത് തന്നെയല്ലോ, അല്ല ഇത് പുച്ഛം കാണും. കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, അത് കാരണം നിങ്ങൾക്ക് കുറെ നിങ്ങളെല്ലാം സ്മാർട്ടായ പയ്യനാ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. ഇല്ല തോന്നുന്നു കാര്യം എന്റെ അത് ഇറങ്ങി വരുമോ, സ്വന്തം കോൺഫിഡൻസ്. അടുത്ത ട്രെയിന് കയറി പോകില്ലായിരുന്നോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ? ആര്യയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും അനിയത്തി മോളും, ഞങ്ങള് ഇത്ര പേര്. അവിടെ പോകാൻ പേടിക്കണ്ട. അച്ഛൻ അങ്ങനെ ഇത്രയും ഉപദ്രവിച്ച ഒരാളെ ഞങ്ങളുടെ അച്ഛൻ ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടു നടന്നില്ലേ, ഒന്നും ചെയ്യാതെ ഇത്രയും നാള് കൊണ്ടു നടന്നില്ലേ? അങ്ങനെ വന്നപ്പോ തല്ലിയായിരുന്നോ? തല്ലിയൊന്നും ഇല്ല. അച്ഛൻ ഇല്ല. ഇവിടെയൊക്കെ പൊട്ടി ഒലിച്ചിരുന്നൊക്കെ പറഞ്ഞു കാണാൻ വന്നെന്ന്. എന്നെ അച്ഛൻ അടിച്ചു എന്ന് വെച്ചാ ഒരു രക്ഷകർത്താവ് ചെയ്യാനുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദേഹമൊക്കെ പൊട്ടിച്ചോ? അതെ, അടിച്ചു. എന്റെ ദേഹം ഒരുപാട് പൊട്ടിയൊന്നും ഇല്ല, എന്നാലും ദേഹം മുറിഞ്ഞായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ ഒരാള് പിന്നെ വീട്ടിൽ ഇത്രയും താമസിച്ച് വരുമ്പോ ഏത് അച്ഛനായിരുന്നാലും അടിക്കും. അതിന് ഞാൻ അങ്ങനെ അച്ഛനെ തെറ്റ് പറയുന്നില്ല. അച്ഛനും അമ്മയെ വിഷമിക്കുന്ന അറിയാവുന്ന ഒരാള് എന്തുകൊണ്ട് ആരോടും പറയാതെ ഇയാളുടെ വീട്ടിലോട്ട് പോയി? ഇത് ചാവും പിടിക്കുമെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ 2 ഭാവവും അന്നേരം ചിന്തിച്ചില്ല, ഇപ്പുറത്തെ ഭാവം ചിന്തിച്ചില്ല. ഇത്ര നാൾ സ്നേഹിച്ച ഒരാൾ ചാവും പിടിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ അന്നത്തെ ആ ഒരു അറിവ് അത്രേ ഉള്ളായിരുന്നു. അന്നത്തെ ആ ഒരു രീതി പറ്റിയതാ. ഇപ്പം അതിന് ഒരുപാട് ഞാൻ വിഷമിക്കുന്നുമുണ്ട്. ഒരുപാട് നാണക്കേട് എൻ്റെ ജീവിതത്തിൽ വന്നു. എന്നെ കാണണ്ട, ഞാനോട്ട് യാതൊരു ബന്ധമില്ല. കുഞ്ഞിന്റെ കാര്യം എനിക്ക് 2 പേർക്ക് അവകാശമുള്ളത്. അപ്പൊ പിന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് പിടിവാശി പിടിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിന്റെ കാര്യം എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട. ഉറച്ച തീരുമാനം, ഇതിനൊരു മാറ്റമില്ല. എന്നെ ഒരിക്കലും ഇല്ല. അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്ത എന്റെ സ്വന്തം തീരുമാനം ഇത്. എന്റെ ജീവിതത്തിൽ ഞാൻ തെരഞ്ഞെടുത്ത് എനിക്ക് തോന്നി കൊളരാത്തതാണെന്ന്. ഇന്ന് കൊളരാതെ ഇനി ശരിയാവത്തില്ല. അത് എനിക്ക് വയ്യ ഇനി, അതുകൊണ്ടാണ്. നിങ്ങൾ നടപടികൾ വല്ലതൊക്കെ പോയിട്ടുണ്ടോ ഇതിന്? വിവാഹമോചനം സംബന്ധിച്ച് ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. പീഡനം സംബന്ധിച്ച് അങ്ങനെ ഒന്നും ഇല്ല. നേരത്തെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അന്ന് കേസ് കൊടുത്ത അന്ന് ഞാൻ പറഞ്ഞു വേണ്ട. ഇപ്പൊ ഇല്ല. അന്നേരത്തെ ആന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട. സമാധാനപരമായി പിരിയണമെന്ന് തന്നെയാണ് ആഗ്രഹം അല്ലേ? അപ്പൊ എന്തായാലും കുഞ്ഞിനെ അദ്ദേഹം വന്ന് കാണാനും. കുഞ്ഞിന്റെ കാര്യം ഞാനൊന്നും പറയുന്നത് എനിക്ക് പറയാനുള്ള അവകാശം ഇല്ല രണ്ടുപേരുടേത്. പക്ഷെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ അതിങ്ങനെ കുഞ്ഞിനെ കാണാനുള്ള സൗകര്യം അത് നമുക്ക് അത്രയും ചെയ്യാം. കുഞ്ഞിന്റെ ചെലവിനുള്ള കാര്യങ്ങളും അത് തൽക്കാലം ചെയ്യട്ടെ. അവിടെ പോകാനും കാണാനും, തർക്കിക്കാതിരിക്കുക, അവിടെ ചെല്ലുമ്പോൾ പരസ്പരം വഴക്കുണ്ടാക്കാതിരിക്കുക, കുഞ്ഞുങ്ങളായിട്ട് സ്നേഹമായിട്ട് പെരുമാറുക. നിങ്ങള് മാറി എന്ന് അവർക്ക് ബോധ്യം വരുന്ന ഒരു സമയം വരെ ഒരു തീരുമാനം എടുക്കുവരപ്പ. മനസ്സിലായോ മുത്തപ്പ? അപ്പൊ നോക്കാം, അത് നിങ്ങളുടെ കയ്യിലാണ് അതിന്റെ. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യിക്കണ്ട, അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉപകരണം നിങ്ങളുടെ കയ്യില്ല. അവര് ചിലപ്പോൾ മനസ്സ് മാറും. അപ്പൊ ഇവിടെ നമ്മൾ ഡൈവേഴ്സ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോടതിയിൽ പോയിട്ട് കോടതി വഴി അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതങ്ങ് അങ്ങനെ പോകും. അത് ആ കുഞ്ഞിനെയും ബാധിക്കും. കാരണം കുഞ്ഞ് കോടതി വരേണ്ടി വരും. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അതിനെ അങ്ങനെ വേണോ എന്ന് ചിന്തിക്കുക. ഇല്ല, ഡൈവേഴ്സ് തൽക്കാലം വേണ്ട എന്നുള്ളതാണെങ്കിൽ കുഞ്ഞിനെ കണ്ടിട്ട് പോവുക. അതിന് ചെലവിനുള്ള വ്യവസ്ഥ നമുക്ക് കൂടെ ഉണ്ടാക്കാം. വേണ്ട, ബന്ധം വേർപെടുത്താൻ എനിക്കിഷ്ടം.